പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും വിവാദമായ ഒന്നായിരുന്നു മലപ്പുറം എടവണ്ണ സ്വദേശിയായ ASI ശ്രീകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം. നേരത്തെ തന്നെ MSF അടക്കമുള്ളവർ ആ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ തന്നെ പറഞ്ഞ കാര്യം ആ കുടുംബത്തെ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും മുൻ SP ആയിരുന്ന S. സുജിദാസ് സ്വാധീനിച്ചു എന്നായിരുന്നു. അതിന് ഉതകുന്നതായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാണ് ശ്രീകുമാറിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള നാസറിന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ശ്രീകുമാർ അവസാനം കണ്ടത് സമയം നിങ്ങളോട് പറഞ്ഞത്? അതായത് നിങ്ങളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വൈകുന്നേരമായാൽ സുഖമായിട്ട് കിടന്നുറങ്ങാലോ. എനിക്ക് എൻ്റെ ഭാര്യൻ്റെ കൂടെ വരെ ഉറങ്ങാൻ അയക്കൂല. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കുമ്പോഴേ അവൻ പറയാണ്, അതായത് ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഞാനവിടെ റബ്ബർ തോട്ടത്തിൽ കൊടുത്ത് എത്ര ആളെ മർദ്ദിച്ചിട്ടുണ്ട് എനിക്കറിയോ. അപ്പോൾ ഇത് എന്തിനാത് ചെയ്യണേ? അപ്പോൾ പ്രതികൾ ഞങ്ങളെ കൂട്ടത്തിൽ ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ടല്ലോ കൂട്ടത്തിൽ, പോലീസിൻ്റെ കൂട്ടത്തിൽ. അതാ എന്തോ എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ട്, അവർക്കാണ് കൊടുക്കുകയാണ് പ്രതികളെ. പോലും മർദ്ദിച്ച അവസരമാക്കിയിട്ടാണ് അവൻ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ആരോഗ്യ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് കഴിയാതെയായി. പറഞ്ഞിട്ടാണ് ശ്രീകുമാർ ഇങ്ങനെ മർദ്ദിച്ചിരുന്നത്? നമ്മളെ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഉന്നതമായ SP മുതൽ SP ആണ് അതിൻ്റെ കൂടുതലും. ഓനെ മദ്യപാനിയാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റാണ്. മുമ്പ് മദ്യപാനിയൊന്നുമല്ല. പിന്നെ പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് വഴങ്ങാത്തതുകൊണ്ട് തുടർച്ചയായി ട്രാൻസ്ഫർ അടിച്ചു. അതെ, അത് ഇഷ്ടം പോലെ. കാരണം നിലമ്പൂർ ഒരാഴ്ചയാണെങ്കിൽ കാളിയാവായിരിക്കും ഒരാഴ്ച, അല്ലെങ്കിൽ അങ്ങോട്ട് വേറെ എവിടെക്കെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മഞ്ചേരി ആയിരിക്കും. പിന്നെ മൊത്തത്തിൽ സിവിൽ പോലീസാണല്ലോ, മറ്റേ ഡ്രസ്സ് ഉപയോഗിക്കാത്തൊരു പോലീസ് രൂപമല്ലേ. ആ രൂപത്തിലാണ് അവൻ്റെ ചിന്തകൾ ഡ്യൂട്ടി കൊടുത്തിരുന്നത്. ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പാവം ജീവിച്ചു. ആ കുട്ടികളൊക്കെ ചെറുതാടിയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാൻ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാനോ അവർ ആലോചിച്ചിട്ടില്ല. ആദ്യം ആരോഗ്യമുള്ള കാലത്ത് ഇതൊക്കെ രസമായിരിക്കും. തന്നെയാണ് അവൻ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥർ. അതൊരു സംശയമില്ല. ഉദ്യോഗസ്ഥൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ബുദ്ധിമുട്ടിക്കൽ കൊണ്ട്, ഉദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. മരിക്കുന്ന സമയത്ത് ചില ഡയറി കുറിപ്പുകളൊക്കെ എഴുതിയത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ പോയിരുന്നു? ഞാൻ മരിച്ച് പോലീസ് വരുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. മേശപ്പുറത്തൊരു വെക്കുണ്ടായിരുന്നു. ആ വെക്കുന്ന 2 പേജ് കീറി. പോലീസുകാർ കീറി. താങ്കൾ അത് കണ്ടു? ആ കീറിനത് കണ്ടിക്കണ്. എന്താണ് അതിൽ എഴുതിയത്? മരണക്കുറിപ്പായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. ഓൻ അന്നാന്ന് നടക്കുന്നതൊക്കെ, ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, ഓൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഒരു ഡയറിയിൽ അവൻ എഴുതിയിരുന്നു. ആ ഡയറി അന്ന് പോലീസ് എടുത്തിട്ടുണ്ട് അവിടുന്ന്. ആ ഡയറി പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അതെന്താ, അന്വേഷിക്കാൻ ആരും പോയിട്ടുമില്ല. ഓമാണല്ലോ സത്യം പറയാറുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ആരും പോയിട്ടില്ല. കുടുംബം എന്തുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത്? കുടുംബം ആളെ ജോലി നഷ്ടപ്പെടും, ഭാര്യൻ്റെ. ഈ കുട്ടികളെ പോറ്റാൻ വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം വരികയാണെങ്കിൽ നാസർ മൊഴി നൽകും. അങ്ങനെയൊക്കെ ഈ പറഞ്ഞതിന് മാറ്റില്ലാതെ പറയും. എസ്പിനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ഈ എസ്പിനെ കുറിച്ച് ഇപ്പോഴത്തെ SP മാറാതെ ഞങ്ങൾക്ക് ആർക്കും ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരുവിധം പോലീസുകാരൊക്കെ ഇതിൽ പോകുന്ന പറഞ്ഞാൽ SP കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. SP കാരണം ഈ ഞാൻ എന്ന് സ്വന്തം എന്നല്ല, ഒരുവിധം പോലീസുകാരൊക്കെ ശ്രമമില്ലാത്തവരൊക്കെ ഇതിൽ പോകും. എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നാസർ പറഞ്ഞത്. അഥവാ ആത്മഹത്യക്ക് ശേഷം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് സംശയിക്കുന്ന രേഖകൾ അവിടെ നിന്ന് കീറിയെടുത്തു. മാത്രമല്ല ശ്രീകുമാർ ഡിപ്പാർട്ട്മെന്റിലെ രഹസ്യങ്ങളടക്കം, ഇല്ലെങ്കിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങളടക്കം എഴുതി വെച്ചിരുന്ന ഡയറി, എല്ലാ ദിവസവും എഴുതിയിരുന്ന ഡയറി, അതും പോലീസ് കൊണ്ടുപോയി എന്നുള്ളത് നാസർ പറഞ്ഞു. മാത്രമല്ല പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും SP സുജിദാസ് എന്നടക്കം ക്രൂരമായ മാനസിക പീഡനങ്ങൾ ശ്രീകുമാർ നേരിട്ടിരുന്നു. പ്രതികളെ മർദ്ദിക്കാത്തതിനടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ശ്രീകുമാറിനെ വേട്ടയാടിയിരുന്നു എന്ന് തന്നെയാണ് നാസർ വെളിപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.